Hello everyone, welcome to Competitive Cracker. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ 2 മാനേജ്മെന്റ് ആസ്പിരൻസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏരിയയാണ്. അതായത് നമ്മളോട് പലതവണയായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ പറ്റി. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മേജർ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ പറ്റിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ചോദിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് അത് ഐഡന്റിഫൈ ചെയ്യാനും അതിന്റെ ഫീച്ചേഴ്സ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളോട് ചോദിച്ച് കാണാറുള്ള ഏരിയയാണ്. സോ ഒട്ടും സമയം പാഴാക്കാതെ നമുക്ക് ഡയറക്ട്ലി പോകാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓർ ഫോർമൽ ഓർഗനൈസേഷന്റെ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം, ഫോർമൽ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ എന്ന് പറയാം. സോ ഫോർമൽ ഓർഗനൈസേഷന്റെ ഏറ്റവും ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ്. സോ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും ഓർക്കുക, ദർ വാസ് എ ക്വസ്റ്റ്യൻ, ഏറ്റവും ബേസിക് അല്ലെങ്കിൽ ഏറ്റവും ഓൾഡസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അത് ഒരു ലൈൻ ഓർഗനൈസേഷൻ ആണ്. അതോറിറ്റേറിയൻ സ്റ്റൈൽ എന്ന് പറയാം. അതോറിറ്റേറിയൻ വിച്ച് മീൻസ് എങ്ങനെയാണ് അതോറിറ്റേറിയൻ എന്ന് പറയുന്നത്? പൂർണ്ണമായിട്ടും ഡിസിഷൻസ് ടോപ്പ് മാനേജ്മെന്റ് എടുക്കുന്നു, ലോവർ ലെവലിൽ പവർ യൂസ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു. ആ ഒരു സ്ട്രക്ചർ, അതായത് അതോറിറ്റിയുടെ ഫ്ലോ കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെയാണ് നമ്മൾ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫോളോസ് ലൈൻ ഓർ ചെയിൻ ഓഫ് കമാൻഡ്. ഓർക്കുക, നമ്മളിപ്പോൾ സ്കേലാർ ചെയിൻ പ്രിൻസിപ്പിളിലൊക്കെ പറയുന്നത് പോലെ ചെയിൻ ഓഫ് കമാൻഡ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഡെമോൺസ്ട്രേറ്റ് റിലേഷൻഷിപ്പ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഇൻ വെർട്ടിക്കൽ ഫോംസ്. സോ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ, അതിന് താഴെ വരുന്ന ഇൻഡിവിജ്വൽ ബി, അതിന് താഴെ വരുന്ന ഇൻഡിവിജ്വൽ സി, ഇങ്ങനെ ഒരു വെർട്ടിക്കൽ അലൈൻമെന്റ് നമുക്ക് കാണാൻ സാധിക്കും. വെർട്ടിക്കൽ അറേഞ്ച്മെന്റ് നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാൻ സാധിക്കും. ഇവരുടെ സീനിയർ ജൂനിയർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അതോറിറ്റി എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ സ്ട്രക്ചറിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. സോ ദി അതോറിറ്റി കംസ് ഫ്രം ദി ടോപ്പ് ടു ബോട്ടം. ദർ ഇസ് നോ സ്പെഷ്യലൈസേഷൻ എക്സിസ്റ്റ് ഇൻ ദിസ്. ഇവിടെ അതോറിറ്റിയുടെ ഫ്ലോയിനെ പറ്റിയാണ് പറയുന്നത്. സ്പെഷ്യലൈസ്ഡ് ഡിവിഷൻസ് ഇല്ല. ലൈക്ക് ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ നമ്മൾ പറയും. ഇപ്പോൾ മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ്, HR സ്പെഷ്യലിസ്റ്റ്, അങ്ങനെയുള്ള റോളുകളെ പറ്റി നമ്മളിവിടെ ലൈൻ ഓർഗനൈസേഷൻ ക്ലാസിഫൈ ചെയ്യുന്നില്ല. പകരം ലൈനാണ്, അതായത് ഏറ്റവും ടോപ്പ് ലെവൽ അദ്ദേഹത്തിന് തൊട്ട് താഴെ വരുന്ന ഇൻഡിവിജ്വൽ, അതിന് താഴെ വരുന്ന ഇൻഡിവിജ്വൽ, അങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. പവർ വെച്ചുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ ഈ ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ പറയുന്നില്ല. സോ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതായത് ഇപ്പൊ നമ്മൾ വെർട്ടിക്കലി അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ടോപ്പ് മാനേജ്മെന്റ്, അദ്ദേഹത്തിന് താഴെ വരുന്ന ഇൻഡിവിജ്വൽസ് ആണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീമിലുള്ളത്. അതിന് താഴെയാണ് ഇപ്പോൾ ഈസ്റ്റ് സോൺ ആൻഡ് വെസ്റ്റ് സോൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു വെർട്ടിക്കൽ അലൈൻമെന്റ് ഉണ്ട്. അതേപോലെ തന്നെ സെയിം വേയിൽ നമുക്ക് പറയാം ടോപ്പ് മാനേജ്മെന്റ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടീം, അതിൽ നിന്നും സൗത്ത് ആൻഡ് നോർത്ത് ആൻഡ് സൗത്ത് സോൺ. വെർട്ടിക്കൽ അലൈൻമെന്റ് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാതെ സ്പെഷ്യലൈസേഷൻ ഇല്ല. ഇപ്പൊ മാർക്കറ്റിംഗ് ടീം മെക്കാനിക്കൽ ടീമിനോട് സജഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ മെക്കാനിക്കലിൽ നിന്ന് മാർക്കറ്റിംഗിലേക്ക് സജഷൻസ് വരിക, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. പകരം ഒരു വെർട്ടിക്കൽ അതോറിറ്റി മാത്രമാണ് ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ ഫോം ചെയ്യാൻ കാരണമായിട്ടുള്ളത്. അതാണ് ലൈൻ ഓർഗനൈസേഷൻ. ഓക്കെ, സോ മെറിറ്റ്സ് പറയുകയാണെങ്കിൽ ലൈൻ ഓർഗനൈസേഷൻ ഒന്ന് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാം. ലൈൻ ഓർഗനൈസേഷന്റെ പ്രോസും കോൺസും. പ്രോസ് പറയുകയാണെങ്കിൽ സിമ്പിൾ മെത്തേഡ് ആൻഡ് ക്ലിയർ ചെയിൻ ഓഫ് കമാൻഡ്. അതോറിറ്റി എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് നമുക്ക് കൃത്യമായിട്ട് പറയാം. ആരുടെ സീനിയർ ആണ്, അല്ലെങ്കിൽ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതാണ് സിമ്പിൾ മെത്തേഡ് ആൻഡ് ക്ലിയർ ചെയിൻ ഓഫ് കമാൻഡ്സ്. രണ്ടാമതായിട്ട് ബെറ്റർ കൺട്രോൾ ഓൺ ആക്ടിവിറ്റീസ്. ബിക്കോസ് സീനിയർ ജൂനിയർ റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ജൂനിയേഴ്സിനും സീനിയേഴ്സിനും ജൂനിയേഴ്സ് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ബിക്കോസ് ഒരു പ്രോപ്പർ ലൈൻ അതോറിറ്റീസ് ദെയർ. ആൻഡ് ഫൈനലി ക്ലിയർ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഫ്ലെക്സിബിൾ ഇൻ അപ്രോച്ച്. റെസ്പോൺസിബിലിറ്റീസ് കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഏത് ഡ്യൂട്ടിയാണ് ചെയ്യേണ്ടത്, അവരുടെ ഓർഗനൈസേഷൻ റോൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ഫംഗ്ഷൻ അവർ കൈകാര്യം ചെയ്താൽ മാത്രം മതി. അപ്പൊ അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ലൈൻ ഓർഗനൈസേഷനിൽ വരുന്നത്. പക്ഷേ ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ സ്പെഷ്യലൈസേഷൻ ഇല്ല. സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ഫംഗ്ഷൻസ് ആണ്. ലൈക്ക് ഇപ്പോൾ മാർക്കറ്റിംഗ് ഡിവിഷന്റെ സ്പെഷ്യലൈസേഷൻ. ഒരു മാർക്കറ്റിംഗ് മാനേജർക്കാണ് പ്രൊഡക്ഷൻ ടീമിനോട് പറയാൻ സാധിക്കുക, മാർക്കറ്റിംഗ് വെച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയ റിസർച്ചുകൾ വെച്ചുകൊണ്ട് ഇത്രയും പ്രൊഡക്റ്റുകളാണ് വിൽക്കാൻ സാധ്യത, അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു സജഷൻ കൊടുക്കാൻ പറ്റുന്ന ആർക്കാണ്? ഇത്തരം ഫങ്ഷണൽ റോൾസിനാണ്. അത്തരം ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റേഷൻ അവിടെ ഇല്ല. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിലെ എക്സ്പേർട്സ് ഓർ ഫങ്ഷണൽ ഹെഡ്സ് എന്ന് പറയാം,
ഈ ഫങ്ഷണൽ ഹെഡ്സ് അല്ലെങ്കിൽ എക്സ്പെർട്സ് എന്ന് പറയുന്ന പാർട്ടീസ് നമുക്ക് ഈ ഒരു ലൈൻ ഓർഗനൈസേഷൻ അത് കാണാൻ സാധിക്കില്ല. ദെൻ ലാക്ക് ഓഫ് ഇൻപുട്ട് ഫ്രം ലോവർ സ്റ്റാഫ് ആൻഡ് ഇൻഎഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് അതോറിറ്റേറിയൻ ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, ഈ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോവർ ലെവലിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. പവറാണ് കൂടുതലായിട്ട് അവിടെ യൂസ് ചെയ്യപ്പെടുന്നത്. ദെൻ മിസ്യൂസ് ഓഫ് അതോറിറ്റി ബൈ സുപ്പീരിയർക്ക് സബോർഡിനേറ്റിന് മേൽ അതോറിറ്റിയാണ് കിട്ടുന്നത്. സോ അത് മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇവയാണ് ലൈൻ ഓർഗനൈസേഷൻ. ലൈൻ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ട കാര്യങ്ങൾ. ഇത് ഒരു വെർട്ടിക്കൽ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. അതോറിറ്റിയുടെ ഫ്ലോ അല്ലെങ്കിൽ കമാൻഡ് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് കാണിക്കുന്നു. പക്ഷേ ഫങ്ഷണൽ റോൾസ് അവിടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ രണ്ടാമത്തെ ഓർഗനൈസേഷണൽ ടൈപ്പ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഓർ സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്നും പറയാം. ഇത് തന്നെയാണ് സ്റ്റാഫ് കൺസെപ്റ്റ്. അതായത് ലൈൻ ഓർഗനൈസേഷനകത്ത് ലൈൻ മാത്രമേ ഉള്ളൂ, സ്റ്റാഫ് ഇല്ല. വേറെ സ്റ്റാഫ് ഓർഗനൈസേഷനകത്ത് ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റിനെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുക. ലൈൻ അതോറിറ്റി നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. ഓർഗനൈസേഴ്സ് എംപ്ലോയീസ് ബേസ്ഡ് ഓൺ ദെയർ സ്പെഷ്യലൈസ്ഡ് ഫങ്ഷൻസ് ഓർ റോൾസ്. അതായത് അവരുടെ സ്പെഷ്യലൈസ്ഡ് ഏരിയ ഏതാണ്? ഫോർ എക്സാമ്പിൾ ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ് എന്നുള്ള ഈ സ്പെഷ്യലൈസ്ഡ് ഏരിയയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഗ്രൂപ്പ്സ് ബിൽഡ് ചെയ്യുന്നത്. അതായത് എംപ്ലോയീസിനെ ആ രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. സോ പ്രൊമോട്ട്സ് എഫിഷ്യൻസി വിത്തിൻ ദി സ്പെഷ്യലൈസ്ഡ് ഏരിയ ബട്ട് ക്യാൻ ലീഡ് ടു സിലോസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചാലഞ്ചസ്. അതായത് സ്പെഷ്യലൈസേഷൻ ഉണ്ട്, എന്നാൽ കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ട അതോറിറ്റി ഫ്ലോ അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസ് ഉണ്ടാകും. ആരാരെ ഒബേ ചെയ്യണം, ആർക്ക് റിപ്പോർട്ട് ചെയ്യണം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ ഒരു ഫ്ലോയിൽ ഈ ഒരു അതോറിറ്റി ഡിസ്ട്രിബ്യൂഷനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതാണ് സ്ട്രക്ചർ. ഒരു ഫങ്ഷണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാഫ് ഓർഗനൈസേഷൻ മാത്രം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാം. ടോപ്പ് ലെവലിൽ സിഇഒ, അതിന് താഴെ ഡിഫറെന്റ് ഫങ്ഷണൽ ഹെഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാം. അതായത് ഫങ്ഷണൽ 1, ഫങ്ഷൻ 2, ഫങ്ഷൻ 3 അങ്ങനെയുള്ള ഫങ്ഷണൽ ഹെഡ്സിനെ ഐഡന്റിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ മാർക്കറ്റിംഗ്, ഫിനാൻസ്, HR എന്നുള്ള രീതിയിലുള്ള ഫങ്ഷൻ, അവരുടെ കീഴിൽ വരുന്ന എംപ്ലോയീസും. ഇത്തരമൊരു ഡിവിഷൻ ആണെങ്കിൽ സപ്പോർട്ട് ഉണ്ടാവും, പക്ഷേ കൃത്യമായിട്ടുള്ള അതോറിറ്റി ഫ്ലോ നമുക്ക് അവിടെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സോ അഡ്വാൻറ്റേജ് ലിമിറ്റേഷൻസും പറയാം. അഡ്വാൻറ്റേജ് പറയുമ്പോൾ സ്പെഷ്യലൈസേഷന് കാരണമാകാം. അത് എന്തിലേക്ക് നയിക്കും? സ്പെഷ്യലൈസേഷൻ എൻഷുവേഴ്സ് എഫക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടാസ്ക്. മാർക്കറ്റിംഗ് ഏരിയയിൽ സ്പെഷ്യലൈസ്ഡ് ആയുള്ള ഇൻഡിവിജ്വൽസ് ആണ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഫക്റ്റീവ് ആയുള്ള ഡിസ്ട്രിബ്യൂഷൻ അവിടെ നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കും. ദെൻ ഇൻക്രീസസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് മിനിമൽ കോസ്റ്റ്. സോ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനും പ്രൊഡക്ഷൻ കൂട്ടാനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ബെറ്റർ മാനേജ്മെന്റ് ഫങ്ഷനിങ് ആൻഡ് ഇൻക്രീസസ് ഇൻ എഫിഷ്യൻസി. സോ ഇത് ഓരോ ഏരിയയിലും ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ മാനേജ്മെന്റ് ആസ്പെക്ട്സ് ഒക്കെ കൃത്യമായിട്ട് റൺ ചെയ്യും. എഫിഷ്യൻസി കൂട്ടാനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ കോർഡിനേഷൻ ബിക്കംസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ബിക്കോസ് അതോറിറ്റി ആർക്കാണ് അല്ലെങ്കിൽ അതോറിറ്റിയുടെ ഫ്ലോ എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക ടഫാണ് ഇവിടെ. സോ ഇൻക്രീസ് ഇൻ കോൺഫ്ലിക്ട് ബിക്കോസ് ഡിഫറെന്റ് സൂപ്പർവൈസേഴ്സ് അറ്റ് സെയിം ലെവൽ. ഒരേ ലെവലിലുള്ള ഡിഫറൻസ് ഹെഡ്സ് ഉണ്ടാവും. ബിക്കോസ് സ്റ്റാഫ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേ അതോറിറ്റിയാണ്. സ്റ്റാഫ് ഹെഡ്സ് ഒരേ ലെവലിൽ വരുന്ന പാർട്ടീസാണ്. അപ്പൊ അവരിൽ ആരുടെ ഓർഡർ ആണ് ഒബേ ചെയ്യേണ്ടത്? അത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾക്ക് ഇത് കാരണമാകാം. ഹയറിംഗ് സ്പെഷ്യലിസ്റ്റ് സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റ്ലിയർ ആക്ടിവിറ്റിയാണ്. ഓരോ ഏരിയയിലെയും എക്സ്പെർട്സിനെ ഹയർ ചെയ്യുക എന്ന് പറയുന്നത് ടഫാണ്. സോ ഇതാണ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്റ്റാഫ് ഓർഗനൈസേഷന്റെ ഫീച്ചർ. സോ ലൈൻ ഓർഗനൈസേഷൻ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു, ലൈൻ ഓർഗനൈസേഷനിൽ വെർട്ടിക്കൽ അതോറിറ്റി ഫ്ലോ ആണ് വരുന്നത്. എന്നാൽ സ്റ്റാഫ് ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ് ആണ് വരുന്നത്. അവർ തമ്മിൽ ഡിസ്കഷൻസ് നടത്തും. ഒരേ ഏരിയയിൽ വരുന്ന, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ തന്നെ അറിയാം, ഡിഫറെന്റ് ഫങ്ഷണൽ മാനേജേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഏരിയയുമായി ബന്ധപ്പെട്ട് അവർ സജഷൻസ് കൊടുക്കും മറ്റുള്ളവർക്ക്. അപ്പോൾ ആരുടെ സജഷൻ ഏത് രീതിയിൽ അപ്രൂവ് ചെയ്യണം, ആരെ ഫോളോ ചെയ്യണം, ആര് പറയണതാണ് കേൾക്കേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ട ലൈൻ അതോറിറ്റി നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലംസും മിറ്റിഗേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മൂന്നാമത്തെ സ്റ്റൈൽ ഓഫ് ഓർഗനൈസേഷൻ വരുന്നത്, ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ആസ്പെക്ട്സും ഒരുമിപ്പിക്കുകയാണ്. അതായത് ലൈൻ ഓർഗനൈസേഷന്റെ അതോറിറ്റി ഫ്ലോയും ദെൻ ഫങ്ഷണൽ ഓർഗനൈസേഷന്റെ ഫങ്ഷണൽ സ്പെഷ്യലൈസേഷനും മിക്സ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദിസ് കൺസെപ്റ്റ് വർക്ക്സ് മോസ്റ്റ്ലി ഇൻ ബിഗ് ഓർഗനൈസേഷൻസ്. ദി വെർട്ടിക്കൽ ബട്ട് ഡയറക്റ്റ് റിലേഷൻ എക്സിസ്റ്റ് at different levels in these types of organization, where the specialist staff
has the responsibility to advise the line managers and assist whenever required. അതായത് ഇവിടെ രണ്ട് അതോറിറ്റി നമുക്ക് കാണാം, രണ്ട് രീതിയിലുള്ള ഗ്രൂപ്പിംഗ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് വെർട്ടിക്കൽ എന്ന് പറയുന്നത് ലൈൻ അതോറിറ്റിയാണ്. ലൈൻ അതോറിറ്റി ആണെങ്കിൽ വെർട്ടിക്കൽ, ബട്ട് ദി ഡയറക്ട് റിലേഷൻ എക്സിസ്റ്റ് അറ്റ് ഡിഫറെന്റ് ലെവൽ ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. അതായത് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡയറക്ട് റിലേഷൻ ഉണ്ട്. പ്രസിഡന്റ്, അദ്ദേഹത്തിന് താഴെ വരുന്നത്, ഇപ്പൊ പ്രസിഡന്റ് ആണ് ഹെഡെങ്കിൽ അദ്ദേഹത്തിന് താഴെ വരുന്ന വൈസ് പ്രസിഡന്റ് പ്രൊഡക്ഷൻ ഉണ്ട്, അദ്ദേഹത്തിന് താഴെ വരുന്ന പ്രൊഡക്ഷൻ സൂപ്പർവൈസർ. വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് ഇസ് ദെയർ. അതേപോലെ തന്നെ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് കൂടാതെ ഫങ്ഷണൽ റിലേഷൻഷിപ്പും കാണാം. അതായത് ഇതിനകത്തൊരു എക്സ്പെർട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഫങ്ഷണൽ എക്സ്പെർട്ട് അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസർ. സോ ലീഗൽ ആസ്പെക്ട്സിനെ പറ്റിയുള്ള അഡ്വൈസസ് കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. അപ്പൊ അദ്ദേഹം സജഷൻസ് കൊടുക്കുന്ന ആർക്കൊക്കെ ആയിരിക്കും? എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് സജഷൻസ് കിട്ടും. റൈറ്റ്, കണ്ടോ? എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് സജഷൻസ് പ്രൊവൈഡ് ചെയ്യും, അഡ്വൈസസ് കൊടുക്കും. ആ അഡ്വൈസ് ഫോളോ ചെയ്യണോ വേണ്ടിയെന്ന് ആര് തീരുമാനിക്കും? ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് തീരുമാനിക്കും. അതിന് അതോറിറ്റി ഇല്ല, പക്ഷേ സജഷൻസ് കൊടുക്കാനുള്ള അധികാരമാണ് ഉള്ളത്. സോ വെർട്ടിക്കൽ അതോറിറ്റിയും ഫ്ലോ ഉണ്ട്, അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഫങ്ഷണൽ സ്പെഷ്യലൈസേഷനും ഈ ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ അത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സീ ദാറ്റ്, ഇതാണ് നമ്മൾ പറഞ്ഞത്. ഡയറക്ട് റിലേഷൻ എക്സിസ്റ്റ് അറ്റ് ഡിഫറെന്റ് ലെവൽസ് ഇൻ ദീസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ വേർ ദി സ്പെഷ്യലിസ്റ്റ് സ്റ്റാഫ് ഹാസ് ദി റെസ്പോൺസിബിലിറ്റി ടു അഡ്വൈസ് ദി ലൈൻ മാനേജർ. ലൈൻ മാനേജർക്ക് അഡ്വൈസസ് കൊടുക്കാനുള്ള ഉത്തരവാദിത്തമാണ്. ഇറ്റ്സ് നോട്ട് ദി റൈറ്റ്, അതോറിറ്റി അല്ല, റെസ്പോൺസിബിലിറ്റി ടു അഡ്വൈസ്. അവർക്ക് സജഷൻസ് കൊടുക്കുക. ആ ഏരിയയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് എക്സ്പെർട്ടൈസ് ഉള്ള ഏരിയ ഏതാണ്? ഇപ്പൊ ലീഗൽ ആസ്പെക്ട്സുമായി ബന്ധപ്പെട്ട ലീഗൽ അഡ്വൈസർ ആണെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട എന്ത് കൊടുക്കണം? സജഷൻ, അത് അഡ്വൈസുകൾ കൊടുക്കുക, സജഷൻസ് കൊടുക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. റൈറ്റ്. സോ ബോത്ത് ദി ഡിപ്പാർട്ട്മെന്റ്സ്, ദാറ്റ് ഈസ് ലൈൻ ആൻഡ് സ്റ്റാഫ്, എക്സിസ്റ്റ് ഇൻ സച്ച് ഓർഗനൈസേഷൻ. ദി സ്പെഷ്യലൈസ്ഡ് സ്റ്റാഫ് ഈസ് പ്രസന്റ് ഫോർ അസിസ്റ്റിംഗ് ആൻഡ് അഡ്വൈസിംഗ് ആൻഡ് ഹാസ് ദി ഡയറക്റ്റ് കൺട്രോൾ ഓവർ ദി ലൈൻ സ്റ്റാഫ്. ലൈൻ സ്റ്റാഫിന് വേണ്ട അസിസ്റ്റൻസ് കൊടുക്കുക, അഡ്വൈസസ് കൊടുക്കുക. ഇതാണ് ആര് ചെയ്യുന്നത്? സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടീസ് ചെയ്യുന്നത്. അവർക്ക് ലൈൻ സ്റ്റാഫിൽ ഒരു ഡയറക്റ്റ് കൺട്രോൾ ഉണ്ട്. മീൻസ് അവർക്ക് അഡ്വൈസസ് കൊടുക്കാം, ഫോളോ ചെയ്യണോ, കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. ഈവൻ ദോ അഡ്വൈസസ് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഈ പറയുന്ന ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റിനുണ്ട്. അതാണ് ഈ ഒരു സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആസ് ഐ സെഡ്, പ്രസിഡന്റ് ഇസ് ദെയർ. പ്രസിഡന്റിൽ നിന്നും നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ കണ്ടിന്യൂസ് ആരോസ് നോക്കുവാണെങ്കിൽ അതെല്ലാം കാണിക്കുന്നത് ലൈൻ അതോറിറ്റിയാണ്. അതായത് ഈ കണ്ടിന്യൂസ് ആരോസിൽ നിങ്ങൾക്ക് കാണാം പ്രസിഡന്റ് താഴെയായിട്ട് വരുന്ന വൈസ് പ്രസിഡന്റ്, then അദ്ദേഹത്തിന് താഴെ പ്രൊഡക്ഷൻ സൂപ്പർവൈസർ, അതേപോലെ തന്നെ പ്രസിഡന്റിന് താഴെയായിട്ട് വരുന്നതാണ് ലീഗൽ അഡ്വൈസർ. ലീഗൽ അഡ്വൈസറിന് താഴെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും ലൈൻ അതോറിറ്റിയുടെ ഭാഗമാകും. അതേസമയം ഈ ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്ന പാർട്ടിക്ക് എന്താണ്? ഹീസ് എ ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റ്. ലീഗൽ അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനും അദ്ദേഹം എന്ത് ചെയ്യും? ലീഗൽ അഡ്വൈസ് കൊടുക്കും. സോ ലൈൻ അതോറിറ്റിയും സ്റ്റാഫ് അതോറിറ്റിയും ഒരുമിച്ച് ഫ്ലോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഓക്കെ, സോ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജിലേക്ക് വരുമ്പോൾ സ്പെഷ്യലൈസേഷൻ ഈസ് ദെയർ ഫോർ വർക്ക് എഫിഷ്യൻറ്റ്ലി ആസ് സ്റ്റാഫ് എംപ്ലോയീസ് പ്രൊവൈഡ് പ്ലാനിംഗ് ആൻഡ് ഡയറക്ഷൻ വെയറിൻ ലൈൻ എംപ്ലോയീസ് ഫോക്കസ് ഓൺ എക്സിക്യൂഷൻ. സ്റ്റാഫ് എംപ്ലോയീസ് എന്ത് ചെയ്യും? അവരുടെ ഫങ്ഷണൽ ഏരിയാസുമായി ബന്ധപ്പെട്ട പ്ലാനിങ്ങും ഡയറക്ഷനിലും ഒക്കെ പ്ലാനിങ്ങിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യും, വഴികാട്ടിയായിട്ട് അവർ ആക്ട് ചെയ്യും. ലൈൻ ഓർഗനൈസേഷൻ അതിന്റെ എക്സിക്യൂഷൻ, അവരുടെ സബോർഡിനേറ്റ്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നത് ലൈൻ അതോറിറ്റിയാണ്. വേറെ സ്റ്റാഫ് അതോറിറ്റി വേണ്ട പ്ലാനിങ് ഫേസിലും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും സ്റ്റാഫ് അതോറിറ്റി ആക്ട് ചെയ്യുന്നത്. സോ മോർ എഫക്റ്റീവ് ഡിസിഷൻസ് ക്യാൻ ബി മെയ്ഡ് ഡ്യൂ ടു എക്സ്പേർട്ട് അഡ്വൈസ് ടു സ്റ്റാഫ് എംപ്ലോയീസ്. എക്സ്പേർട്സ് ആർ ദെയർ. ഫങ്ഷണൽ എക്സ്പെർട്സ് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ബെറ്റർ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യും. മോർ ഫ്ലെക്സിബിലിറ്റി ഇൻ ഹയറിംഗ് ന്യൂ ലൈൻ സ്റ്റാഫ്. ലൈൻ സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നതിലും കൂടുതൽ ഫ്ലെക്സിബിലിറ്റി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ ഒന്ന് കൺഫ്യൂഷൻ. ഏത് ഇൻഡിവിജ്വൽ പറയുന്നത് ഫോളോ ചെയ്യണം? സോ ലൈൻ ആൻഡ് സ്റ്റാഫ് എംപ്ലോയീസ് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം. ആരുടെ ഒപ്പീനിയൻ ആണ്, ആര് പറയുന്നതാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ടാകാം. ദെൻ കൂടുതൽ സ്പെഷ്യലിസ്റ്റിനെ നമ്മൾ അക്യൂർ ചെയ്യേണ്ടി വരും, റിക്രൂട്ട് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് എ കോസ്റ്റ്ലി ടാസ്ക്. ആൻഡ് ഫൈനലി റൈസസ് ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് സ്റ്റാഫ് എംപ്ലോയീസ്, എസ്പെഷ്യലി അറ്റ് സീനിയർ ലെവൽ ഡ്യൂ ടു സീനിയോറിറ്റി ഇഷ്യൂസ്. ലൈൻ എംപ്ലോയീസും സ്റ്റാഫ് എംപ്ലോയീസും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾക്കും ഇതൊരു കാരണമാകാം. സോ ഇതെല്ലാമാണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ. ഓക്കെ, അവിടെ നമ്മൾ നേരെ പോകുന്നത് ഡിവിഷണൽ ഓർഗനൈസേഷൻ ആണ്, മറ്റൊരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ.
ഡിവിഷണൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിവൈഡ്സ് ദി ഓർഗനൈസേഷൻ ഇൻ ടു സെൽഫ് കണ്ടെയ്ൻഡ് ഡിവിഷൻസ്, ഈച്ച് റെസ്പോൺസിബിൾ ഫോർ സ്പെസിഫിക് പ്രൊഡക്റ്റ്, മാർക്കറ്റ്, ജിയോഗ്രഫിക്കൽ ഏരിയ. അതായത് പല ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഒരു പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് 1, പ്രൊഡക്റ്റ് 2, പ്രൊഡക്റ്റ് 3 എന്നുള്ള രീതിയിൽ നമുക്ക് ഡിഫറെൻറ്റ് പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്ന പ്രൊഡക്റ്റ് 1 ഡിവിഷൻ, പ്രൊഡക്റ്റ് 2 വേണ്ടി പ്രൊഡക്റ്റ് 2 ഡിവിഷൻ, പ്രൊഡക്റ്റ് 3 വേണ്ടി പ്രൊഡക്റ്റ് 3 ഡിവിഷൻ, അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു ഡിവിഷണൽ ഓർഗനൈസേഷനാണ്. അതേപോലെ മാർക്കറ്റിനെ ബേസ് ചെയ്തും ഇത്തരം ഡിവിഷൻ കാണാൻ സാധിക്കും. ജോഗ്രഫിക്കൽ ഏരിയ ബേസ് ചെയ്ത് ഇപ്പോൾ നോർത്ത് സോണുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് എല്ലാം നോർത്ത് സോണിൽ കണ്ടക്ട് ചെയ്യുന്നു, സൗത്ത് ഈസ്റ്റ്, അങ്ങനെ ജോഗ്രഫിക്കൽ ഏരിയയുമായി ബന്ധപ്പെട്ടും നമുക്ക് ഇത്തരം ഡിവിഷൻസ് കാണാൻ സാധിക്കും. ദെൻ പ്രൊവൈഡ്സ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഫോക്കസ് ഓൺ സ്പെസിഫിക് മാർക്കറ്റ് ബട്ട് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഫങ്ഷൻസ് മേ ഒക്യുർ. അതായത് ഇങ്ങനെ ഒരു ഡിവിഷൻ ഉള്ളത് കൊണ്ട് അവരുടെ മാർക്കറ്റ് അല്ലെങ്കിൽ ആ സ്പെസിഫിക് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് മാത്രം ആക്ടിവിറ്റീസ് കോൺസെൻട്രേറ്റ് ചെയ്യാം. പല പ്രൊഡക്റ്റുകൾ ഒരുമിച്ച് ചെയ്യുന്നതിന് പകരം ഒരു ഡിവിഷനിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും. പക്ഷേ ഡ്യൂപ്ലിക്കേഷനുള്ള സാധ്യതയുണ്ട്, ഒരേ വർക്ക് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാനുള്ള സാധ്യത ഇത്തരം ഓർഗനൈസേഷനിലുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം ഹെഡ് മാർക്കറ്റിംഗ് ഹെഡിന്റെ കീഴിൽ ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ഉണ്ട്. ലൈക്ക് മാർക്കറ്റിംഗ് മാനേജർ ഫോർ ഇമിഗ്രേഷൻ, മാർക്കറ്റിംഗ് മാനേജർ ഫോർ എഡ്യൂക്കേഷൻ, മാർക്കറ്റിംഗ് മാനേജർ ഫോർ റിയൽ എസ്റ്റേറ്റ്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് പ്രൊഡക്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഡിവിഷണൽ ഓർഗനൈസേഷൻ എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ റീജിയനെ ബേസ് ചെയ്തുകൊണ്ട് ഹെഡ് മാർക്കറ്റിംഗിന്റെ കീഴിൽ നോർത്ത് ആൻഡ് സൗത്തിന് വേണ്ടി ഒരു ഡിവിഷൻ, അതേപോലെ തന്നെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റിന് വേണ്ടി മറ്റൊരു ഡിവിഷൻ, ആ രീതിയിൽ നമുക്ക് ഡിവിഷണൽ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യാം. അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ അക്കൗണ്ടബിലിറ്റി കൂട്ടുന്നു, ആർക്കാണ് ആൻസറബിൾ ആവുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ബിക്കോസ് പ്രൊഡക്റ്റ് 1 ബന്ധപ്പെട്ട മാനേജർ ആണെങ്കിൽ പ്രൊഡക്റ്റ് 1 എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ അവരായിരിക്കും അതിനകത്ത് ആൻസറബിൾ ആവുന്നത്. സോ ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ഡ്യൂ ടു ഡിഫറെന്റ് ഡിവിഷൻസ്. എല്ലാ കാര്യങ്ങളും ഒരു സെന്റർ എടുക്കുന്നതിന് പകരം ഇത്തരം ഡിവിഷൻ ഉള്ളതുകൊണ്ട് ഡിസിഷൻ മേക്കിംഗ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അസൈനിങ് ബഡ്ജറ്റ് ടു ഡിവിഷൻസ് ഈസ് ഈസി. ഡിവിഷണൽ ബഡ്ജറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഓരോ ഡിവിഷൻസിനായിട്ട് സെപ്പറേറ്റ് ബഡ്ജറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ കോസ്റ്റ് ഇൻക്രീസസ് ഡ്യൂ ടു ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ടാസ്ക് റിപ്പീറ്റ്, ഒരേ വർക്ക് തന്നെ വീണ്ടും വീണ്ടും ചെയ്യേണ്ട സിറ്റുവേഷൻ വരുവാണ്. ഒരു പ്രൊഡക്റ്റുമായി ചെയ്തു, മറ്റൊരു പ്രൊഡക്റ്റിന് സെയിം ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് കോസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. മിസ്മാച്ച് ഇൻ ഗോൾസ് ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് ഡിവിഷൻ. ഓർഗനൈസേഷണൽ ഗോൾസും ഡിവിഷണൽ ഗോൾസും ഡിഫറെന്റ് ആകാം. ഡിവിഷണൽ ഗോൾസ് അവരുടെ ബേസിൽ ആ ഒരു പ്രൊഡക്റ്റ് സെൻട്രിക് ആയിട്ട് അവർ ഗോൾ സെറ്റ് ചെയ്യുന്നു. ഓർഗനൈസേഷൻ ആസ് എ ഗോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഗോളുമായിട്ട് മാച്ച് ചെയ്യാതെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. കോൺഫ്ലിക്റ്റ് ഇൻ ഡിവിഷൻസ് ഡ്യൂ ടു ബഡ്ജറ്റ് അലൊക്കേഷൻ. ഇതുകൂടാതെ ബഡ്ജറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾക്കും ഇത് കാരണമാകാം. ഓക്കെ, അഞ്ചാമതായിട്ട് പറയാവുന്നത് പ്രൊജക്ട് ബേസ്ഡ് ഓർഗനൈസേഷൻ ആണ്. ചില കേസുകളിൽ ഇതൊരു മെട്രിക് സ്റ്റൈൽ എന്നും പറയാം. അതായത് പ്രീവിയസ്ലി നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, അതായത് മെട്രിക്സ് ഓർഗനൈസേഷൻ ഈസ് ഓൾസോ നോൺ ആസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ശരിയാണെന്ന് പറയാൻ സാധിക്കില്ല, എന്നാലും മെട്രിക്സ് ഓർഗനൈസേഷൻ ഈസ് സംവാട്ട് എ പ്രോജക്ട് ബേസ്ഡ് ഓർഗനൈസേഷൻ. ഓക്കെ, സോ പ്രോജക്ട് ബേസ്ഡ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ആർ ടെമ്പററി ഇൻ നേച്ചർ. ഓക്കെ, ഇങ്ങനെ ഓർക്കുക, താൽക്കാലികമായിട്ട് ഒരു പ്രോജക്റ്റുമായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ലൈക്ക് ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. ഈ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് പല കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ടെന്ന് വിചാരിക്കാം, 3-4 ഏരിയയിൽ. ഇവരുടെ ഓരോ കൺസ്ട്രക്ഷൻ ഏരിയയും ഒരു പ്രോജക്റ്റാണ്, റൈറ്റ്? പ്രോജക്റ്റ് എ, പ്രോജക്റ്റ് ബി, പ്രോജക്റ്റ് സി. ആ പ്രോജക്റ്റുകൾക്ക് വേണ്ടി ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. പ്രോജക്റ്റ് എക്ക് വേണ്ടി ഉള്ള ഒരു ഗ്രൂപ്പിംഗ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ദെൻ പ്രോജക്റ്റ് ബി, പ്രോജക്റ്റ് സി, അങ്ങനെ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് project based organization. Project based organization are temporary in nature and are developed to fulfill some defined set of result for a project. ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ദീസ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ ഹാവ് ടീം മെമ്പേഴ്സ് ഹാവിംഗ് ഡിഫറെന്റ് സ്കിൽ സെറ്റ് ഫ്രം ഡിഫറെന്റ് ഫങ്ഷൻസ് ഓർ ഏരിയാസ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു പ്രോജക്റ്റ് എ ചെയ്യുവാണ്. അപ്പോൾ ഓർഗനൈസേഷനകത്തുള്ള ഡിഫറെന്റ് ഫങ്ഷൻസിൽ നിന്നും മാർക്കറ്റിംഗ്, സെയിൽസ്, HR, ഫിനാൻസ്, എല്ലാ ഫംഗ്ഷനിൽ നിന്നും ഓരോരുത്തരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയുള്ള ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഓരോ ഫംഗ്ഷൻസിൽ നിന്നുള്ള ആളുകൾ ഈ പറയുന്ന പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അത്തരം ഒരു മിക്സ്ചർ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതാണ് യഥാർത്ഥത്തിൽ മെട്രിക്സ് ഓർഗനൈസേഷന്റെ ഫീച്ചർ. മെട്രിക്സ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. സോ ദീസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് ഹാവ് ടീം മെമ്പേഴ്സ് ഹാവിംഗ് ഡിഫറെന്റ് സ്കിൽ സെറ്റ് ഫ്രം ഡിഫറെന്റ് ഫംഗ്ഷൻസ് ഓർ ഏരിയാസ്. Specific resources like budget, time and manpower are assigned to in a particular project until its completion. So ഓരോ പ്രോജക്റ്റുകൾക്കായിട്ടായിരിക്കും ഇതെല്ലാം അലോക്കേറ്റ് ചെയ്യുന്നത്. ബഡ്ജറ്റ് അലോക്കേഷൻ, മാൻ പവർ അലോക്കേഷൻ, അങ്ങനെയുള്ള എല്ലാ റിസോഴ്സുകളും
പ്രോജക്റ്റ് സ്പെസിഫിക് ആയിട്ട് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ പ്രോജക്റ്റിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ടാവും. ആ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, പ്രോജക്ട് ബേസ്ഡ് ഓർഗനൈസേഷനുള്ള എക്സാമ്പിൾ. IT ഡിവിഷന്റെ 2 പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. ഒന്ന് പ്രോജക്ട് ഹെഡ് കോളേജ് അഡ്മിനിസ്ട്രേഷൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ്. രണ്ടാമത് ഓട്ടോമേറ്റിംഗ് HR ഓഫ് മാനുഫാക്ചറിംഗ് യൂണിറ്റ്, മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ HR ഓട്ടോമേഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രോജക്റ്റ്. അപ്പൊ ഈ 2 പ്രോജക്റ്റുകൾ IT ഡിവിഷൻ ചെയ്യുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് പ്ലാനിങ്ങിൽ നിന്ന് ആളുകൾ വേണം, ഡിസൈനിങ്ങിൽ നിന്ന് ആളുകൾ വേണം, ഡെവലപ്പിംഗിൽ നിന്ന് ആളുകൾ വേണം, ടെസ്റ്റിംഗിൽ നിന്ന് ആളുകൾ വേണം. ആ രീതിയിൽ അറേഞ്ച് ചെയ്യും. അതേപോലെ തന്നെ സെക്കൻഡ് പ്രോജക്റ്റിലും സെയിം രീതിയിലൊരു അലൊക്കേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതാണ് പ്രോജക്ട് ബേസ്ഡ് ഓർഗനൈസേഷൻ. പ്രോജക്റ്റിന് വേണ്ടി മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ടെമ്പററി ഗ്രൂപ്പിംഗ്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. സോ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ടീം ഈസ് ഫോക്കസ്ഡ് ഓൺ കോമൺ ഒബ്ജക്റ്റീവ്സ്, ദെൻ ഈസി എക്സിക്യൂഷൻ ആൻഡ് ക്ലിയർ റെസ്പോൺസിബിലിറ്റീസ്. ഒബ്ജക്റ്റീവ്സ് കോമൺ ആണ്. ആ ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഒരേ രീതിയിൽ ആക്ട് ചെയ്യുന്നു. ദെൻ എക്സിക്യൂഷൻ ഈസി ആയിട്ട് വരും. അവരുടെ പ്ലാൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഈസിയാണ്. കോൺഫ്ലിക്റ്റ് കുറവായിരിക്കും. പക്ഷെ ഡിസഡ്വാൻറ്റേജ് പറയുന്നത് ഹങ് ഓഫ് വർക്ക് ഇൻ ഫങ്ഷൻസ് ഡ്യൂ ടു അവൈലബിലിറ്റി ഓഫ് ടീം മെമ്പേഴ്സ് ഇൻ പ്രോജക്റ്റ് എസ്പെഷ്യലി ഇഫ് ഇറ്റ്സ് ലോങ്. അതായത് ഫങ്ഷണൽ വർക്കുകൾ ഡിലേ വരാനുള്ള ചാൻസസ് ഉണ്ട്. ബിക്കോസ് അവർ പ്രോജക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. അവിടെ ബേസിക് ഫങ്ഷണൽ ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റൽ ആക്ടിവിറ്റീസിൽ ഡിലേ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഡ്യൂപ്ലിക്കേഷൻ, ഫങ്ഷണൽ ആക്ടിവിറ്റീസ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ബിക്കോസ് അവർക്ക് ആ ഒരു ഫങ്ഷണൽ സ്പെഷ്യലിസ്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് ചെയ്യണം. അതുകൂടാതെ ഫങ്ഷൻസിലും അതേ വർക്കുകൾ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ദെൻ റിസോഴ്സസുകളുടെ ഇൻപ്രോപ്പർ യൂട്ടിലൈസേഷൻ നമുക്ക് ഇവിടെ കാണാം. ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ഇവിടെ ഇല്ല. ആൻഡ് വൺ മോർ ഓർഗനൈസേഷൻ സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെട്രിക്സ് ഓർഗനൈസേഷൻ ആണ്. പ്രോജക്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രോജക്റ്റ് പോലെ തന്നെ വളരെ സിമിലർ ആണ് മെട്രിക്സ് ഓർഗനൈസേഷൻ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് മെട്രിക്സ് ഓർഗനൈസേഷൻ. ഇറ്റ് കമ്പൈൻസ് ദി ഫങ്ഷണൽ ആൻഡ് ഡിവിഷണൽ സ്ട്രക്ചർ. ഫങ്ഷണൽ ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സും ഡിവിഷണൽ ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സും മിക്സ് ചെയ്തുകൊണ്ടാണ് മെട്രിക്സ് ക്രിയേറ്റ് ചെയ്തത്. അതായത് അലോയിങ് എംപ്ലോയീസ് ടു റിപ്പോർട്ട് ടു ബോത്ത് ഫങ്ഷണൽ മാനേജർ ആൻഡ് ഡിവിഷണൽ മാനേജർ. അവർക്ക് 2 ഹെഡ്സ് ഉണ്ടാവും. ഒരു ഫങ്ഷണൽ ഹെഡും ഉണ്ടാവും, അതേപോലെ തന്നെ അവരുടെ ഡിവിഷണൽ ഹെഡും ഉണ്ടാവും. സോ ഫങ്ഷണൽ ഹെഡിനോട് റിപ്പോർട്ട് ചെയ്യണം, ഡിവിഷണൽ ഹെഡിനോട് റിപ്പോർട്ട് ചെയ്യണം. സോ ദാറ്റ് മീൻസ് നമ്മുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് യൂണിറ്റി ഓഫ് കമാൻഡ് വയലേറ്റ് ചെയ്യുന്നത്? യൂണിറ്റി ഓഫ് കമാൻഡ് വയലേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മെട്രിക്സ് ആണ്. ബിക്കോസ് അവിടെ ഒരു ഇൻഡിവിജ്വലിന് ഒരു ഹെഡ് അല്ല, ഒന്നിൽ കൂടുതൽ ഹെഡ് വരുവാണ്, 2 ഹെഡ്സ് വരുവാണ്. ആ ഒരു സിറ്റുവേഷനാണ് മെട്രിക്സ് ഓർഗനൈസേഷൻ വരുന്നത്. അതുവഴിയുള്ള അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, കോർഡിനേഷനുള്ള ബെറ്റർ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ കോംപ്ലക്സിറ്റി, കൺഫ്യൂഷനിലേക്ക് ഇത് നയിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സ്ട്രക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് നമ്മുടെ ബേസിക് ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, അദ്ദേഹത്തിന്റെ കീഴിൽ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ്, മാനുഫാക്ചറിംഗ്, ക്വാളിറ്റി, അങ്ങനെയുള്ള ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റുകൾ കൂടാതെ ഓർഗനൈസേഷന് ഡിഫറെന്റ് പ്രൊഡക്റ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. പ്രൊഡക്റ്റോ പ്രൊജക്റ്റുകളോ എന്തും ആകാം. ലൈക്ക് പ്രൊഡക്റ്റ് എ, പ്രൊഡക്റ്റ് ബി, 2 പ്രൊഡക്റ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 2 പ്രൊഡക്റ്റുകൾക്കും വേണ്ടി എന്ത് ചെയ്യും? റിസർച്ച് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കുറച്ച് ആളുകൾ, ഇവിടെ നിന്നും ഒരു 6 പേര് സെലക്ട് ചെയ്യുന്നു. എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു 5 പേർ, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു 10 പേർ. സോ ഈ രീതിയിൽ സെലക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിൽ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ 10 പേര് ആരോടൊക്കെ റിപ്പോർട്ട് ചെയ്യണം? ഒന്നാമതായിട്ട് പ്രൊഡക്റ്റ് ഹെഡിനോട്, പ്രൊഡക്റ്റ് എയുടെ ഹെഡിനോട് റിപ്പോർട്ട് ചെയ്യണം. അതുകൂടാതെ അവരുടെ ഡിപ്പാർട്ട്മെന്റിലെ മാർക്കറ്റിംഗ് മാനേജറോടും റിപ്പോർട്ട് ചെയ്യണം. അതായത് ഒരു എംപ്ലോയി 2 പേരോട് ആൻസറബിൾ ആണ് സിറ്റുവേഷനാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഫൈനലി അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും കൂടി നമുക്ക് നോക്കാം. ഡീസെൻട്രലൈസേഷൻ ഓഫ് ഡിസിഷൻസ് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഡീസെൻട്രലൈസ് ചെയ്യുന്നു. അതായത് ഒരു സെൻട്രൽ അതോറിറ്റി ഡിസിഷൻസ് എടുക്കുന്നതിന് പകരം ഡിസിഷൻസ് മേക്കിംഗ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സ്പെഷ്യലൈസേഷനിൽ കാരണമാകും. പ്രൊഡക്റ്റീവ് എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ കൂടുതൽ ബെറ്റർ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇഷ്യൂസ് പറയുകയാണെങ്കിൽ 2 ഹെഡ്സ് വരുമ്പോൾ ആരുടെ ഡിസിഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത്, അതിൽ കൺഫ്യൂഷൻ വരാൻ, കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഇത്തരം ഒരു സ്ട്രക്ചറിന് അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് കൂടുതലാണ്. ആൻഡ് ആംബിഗ്വിറ്റി മീൻസ് വ്യക്തതയില്ല, ഏത് ഓർഡർ ഫോളോ ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത കുറയാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത്. ഈ ഓരോ ഓർഗനൈസേഷൻ സ്ട്രക്ചറും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ളൊരു പഠനം നമുക്ക് ആവശ്യമാണ് ജൂൺ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ. ജൂൺ എക്സാമിനേഷന് വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കർ വിക്ടറി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക.
വളരെ കുറച്ച് ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. 120 ഡേയ്സ് ആണ്. ഈ 120 ഡേയ്സിനിടയിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വിക്ടറി ബാച്ച് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്ട്സ് പറയുകയാണെങ്കിൽ ഇക്കണോമിക്സ്, മാനേജ്മെന്റ്, കൊമേഴ്സ്, ജനറൽ പേപ്പർ, ഇംഗ്ലീഷ് ആൻഡ് CSIR, ഫിസിക്സ് ഏരിയാസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ക്ലാസ്സുകളും സ്റ്റുഡിയോ റെക്കോർഡഡ് ആണ്. സോ കൃത്യമായിട്ട് ഉള്ള PYQസും MCQസും ഒക്കെ ഉൾപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കൃത്യസമയത്ത് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്കായി. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. താങ്ക് യു ഓൾ. വീണ്ടും നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ബൈ.